ഒരു ചായ. ഉച്ച വരെ കിടന്നുറങ്ങിക്കോണം. ഇന്നലെ വലിയ വീമ്പളക്കിയല്ലോ. ഒറ്റ പോസ് ഒടിച്ചിട്ടില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. തീപ്പെട്ടിങ്ങ ഇനിയെങ്കിലും പോയി ഒട്ടിക്ക്. സൈക്കിൾ എടുത്തോ. ടീച്ചർ സത്യാഗ്രഹത്തിന് വരുന്നില്ലേ? 4 മണിയാകുമ്പോഴേക്ക് എത്താം. കമലയെ കൂടെ കൊണ്ടുപോവാ. ഞാനും വരട്ടെ. നമുക്ക് ഈ വഴിക്ക് പോവാം. അതിലേ പോവാം. ഈ വഴി വന്നത് ഡോക്ടറെ കാണാനാണോ? പോ കമല. ഹെഡ് മാസ്റ്റർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം സാർ. ഇങ്ങോട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. ഇരിക്കണം. ഇപ്പൊ തുടങ്ങാം. ഇനി താമസമില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓ ടീച്ചർ എത്തിയല്ലോ. ലേറ്റ് ആയിട്ടില്ല, സമയാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ വാസു, ഞങ്ങളുടെ ബാസു നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗത്തിൽ സമ്മതിച്ചതാ. കഴിഞ്ഞ 30 വർഷമായി നിങ്ങളുടെയൊക്കെ കുട്ടികളെയും പേരക്കുട്ടികളെയും പഠിപ്പിക്കാനും ഈ ഗ്രാമത്തെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നു. പട്ടണത്തിൽ ഉയരുന്ന വികസനം വികസനം എന്ന മുറവിളി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെയും കടന്നാക്രമിച്ചിരിക്കുന്നു. സാക്ഷരതയായി, കമ്പ്യൂട്ടറായി, ടിൻഫുഡും വാട്ടർ ബോട്ടിലുകളുമായി. അതിന് പകരം നാം നൽകുന്ന വിലയോ? നമ്മുടെയൊക്കെ കിണറ്റിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, പെൺകുട്ടികളെ കാണാനില്ല. നമ്മുടെ കൈമുതൽ കളഞ്ഞാണോ പുത്തൻ പണം കൈനീട്ടി വാങ്ങേണ്ടത്? ഇൻഓർഗാനിക് ഡെവലപ്മെന്റ്, ക്രമം തെറ്റിയ വികസനം. ഇതെന്തൊരു കഷ്ടം. ബാക്കിയുള്ളവർക്ക് വെള്ളമൊന്നും വേണ്ടേ? നിങ്ങൾ മാത്രം കുടിച്ചാൽ മതിയോ? ഇതെന്തൊരു കഷ്ടമായത്. വരൂ. ഇതെന്തിനുള്ള പുറപ്പാടാൻ്റെ ഈശ്വര? നേരം വെളുത്തിട്ട് നോക്കിയാ പോരെ? നീ ഒന്നും മിണ്ടാണ്ടിരി വിലാസിനി. എന്താ ചെയ്യ? ആര് പറഞ്ഞാലും കേക്കില്ലെന്ന് വെച്ചാ. കഷ്ടം. വാസു ഒന്നിനും വെള്ളവും കൊടുത്തിട്ടില്ല.
3 പേർക്കും അല്പം റെസ്റ്റ് കിട്ടിയല്ലേ? ഇരിക്കൂ. സർ, പൂജയുടെ വിവരം എന്തെങ്കിലും? കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഇവിടെ വന്ന് പറഞ്ഞു, പുറത്താരും അറിയണ്ട, അവർ അന്വേഷിച്ചോളാമെന്ന്. അപ്പോ നമുക്കൊരു ഉത്തരവാദിത്വമില്ല? സാർ, ശാരിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഒരു പത്രത്തിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തോ പന്തികേടുണ്ട്. ഒന്നും പറയണ്ട, എനിക്കിവിടെ ഇരിക്കാൻ വയ്യ. ഫോൺ തന്നെ സർവ്വസമയം. ഇവരെല്ലാം കൂടി ഈ നാടിന്റെ യൗവനം കെടുത്തും. നാണവും മാനവും കെട്ട് നമ്മളോട് ജീവിക്കേണ്ടി വരും. ആര് പറഞ്ഞു ജീവിക്കാൻ? എനിക്ക് 2 പെൺകുട്ടികളാ സാർ. ഞങ്ങളുടെ ഉള്ളിലെത്തി ആരണയ്ക്കാൻ? സർ, എന്താ സാർ? നമ്മുടെ ശാരി മരിച്ചു. ശാരി മരിച്ചു എന്ന്? മോളെ ഒന്ന് വേഗം വരൂ. അയ്യോ പതുക്കെ. ഓ, ശീലാവതി മോളെ വരുന്നു. കമല, കമല വേണ്ട, ഇവിടെ നിക്കട്ടെ. കമല ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. ടാക്സി വന്നില്ലേ? ആ പതുക്കെ. ആ. അങ്ങനെ കുറവുണ്ടോ? ആ, കുറവുണ്ട്. കളത്തിലെ കാര്യം കഷ്ടാ, വെള്ളമില്ല. ഉള്ള വിലക്ക് എല്ലാറ്റിനും കൊടുക്കുന്നതാ നല്ലത്. ഇത് ആശുപത്രി പോയി പറ, കൂടെ ഒരു ആംബുലൻസും കരുതിക്കോ. പഠിപ്പ് നിർത്തി അല്ലേ? ഇങ്ങനെ വഴിപിഴച്ച് നടക്കല്ലേ കുട്ടി. 10ാം ക്ലാസ് എങ്ങനെങ്കിലും പാസ്സാവാൻ നോക്ക്. നീ തിരിച്ചു വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഗ്രാമം വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ലടോ. ആ പെൺകുട്ടിയെ വിട്ടുപോകാനെന്ന് പറ. അത് മറന്ന കേസാ. നോ, അവൾ നിന്നെ അന്വേഷിച്ചു, ആശുപത്രിയിൽ വന്നിരുന്നു. ഓ, അവൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലടോ. ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് വിടുക. ഇവിടെന്തോ ശരിയല്ല, അത് ഞാൻ മനസ്സിലാക്കി. നീ എന്താ ആലോചിക്കുന്നത്? വാ, വല്ലതും കഴിക്കാൻ പോവാ. ശരി. കമല, ആ ചേച്ചി കുറച്ച് വെള്ളം എടുത്തോട്ടെ. ഇങ്ങനെ സഹതാപം കൊണ്ടിരുന്നാലേ നമുക്ക് എല്ലാവർക്കും വീടും പൂട്ടി അങ്ങ് പോവേണ്ടി വരും. അവര് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് കിണറിടിഞ്ഞു പോകുന്നില്ലല്ലോ. അടുത്ത വിമാനത്തിൽ കയറി കുഞ്ഞങ്ങ് പോവും. ഞങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടവരാ. ഇങ്ങനെ പോയാ ഈ നാട് നശിക്കുള്ളൂ. ശീലാവതി ഇവിടെ ഇല്ല. അപ്പൂപ്പൻ? അപ്പൂപ്പൻ ആശുപത്രിയിലാ. ഇവിടെ ആരുമില്ല. എന്നാ ശരി.